CAD സോഫ്റ്റ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫയലിൽ ഡ്രോയിങ് യൂട്ടിലിറ്റീസിൻ്റെ അകത്ത് പർജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനെ കുറിച്ചും അതേപോലെ തന്നെ മോഡിഫൈ മെനു ബാറിൻ്റെ അകത്ത് ഒബ്ജക്റ്റിൽ എക്സ്റ്റേണൽ റെഫറൻസിൻ്റെ അകത്ത് ബൈൻഡ് എന്ന ഈ ഒരു ഓപ്ഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പർജ് ടൂൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളിവിടെ കുറേ ലേയേഴ്സ് കാണാം. നമ്മൾ സാധാരണയായിട്ട് ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എല്ലാ ലെയറും ചിലപ്പോൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഡ്രോയിങ്ങിൽ നിന്ന് ആ ലെയർ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ലെയർ മാത്രമല്ല, ലെയറിൻ്റെ കൂടെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഡയമെൻഷൻ സ്റ്റൈല്, അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡ്രോയിങ്ങിൽ അതൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഷീറ്റിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്, കോമൺ ആയിട്ട് വരുന്നൊരു ഓപ്ഷനാണ് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ഫയൽ മെനു ബാറിൻ്റെ അകത്ത് ഡ്രോയിങ് യൂട്ടിലിറ്റീസിൻ്റെ അകത്താണ് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുക. PU എന്നതാണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാം, ഓൾ ഐറ്റംസ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. അതുപോലെ ഡയമെൻഷൻ സ്റ്റൈല്, ലെയർ, മൾട്ടി ലീഡർ സ്റ്റൈല്, ഷേപ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈല്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് നമ്മൾ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്തിട്ടില്ലാത്ത, നമ്മൾ ഷീറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ലാത്ത ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഡയമെൻഷൻ സ്റ്റൈല്, ലെയർ, അതൊക്കെ ആയിരിക്കും ഇവിടെ ഈ ഒരു പർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ബ്ലോക്കിൻ്റെ അകത്ത് ഈ കാണിക്കുന്ന ഈ ഒരു ബ്ലോക്ക് നമ്മളിവിടെ ഈ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർജ് ഓൾ എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്ത് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. പർജ് ദിസ് ഐറ്റം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബ്ലോക്ക് നമ്മൾ അഡീഷണലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഡയമെൻഷൻ സ്റ്റൈലിൽ നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂ 1 എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് പർജ് ചെയ്യാം. അതുപോലെ ലെയറിൻ്റെ അകത്ത് നമ്മളിവിടെ ഒരുപാട് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡോറ്, ലെയർ 1, ലെയർ 2, വോള്, വിൻഡോ, ഇതൊന്നും വോൾ ഹാച്ച്, അതുപോലെ വിൻഡോ, ഇതൊന്നും നമ്മൾ ലെയർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് പർജ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ലെയറിൽ ക്ലിക്ക് ചെയ്ത് പർജ് ഓൾ എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുക. പർജ് ഓൾ ഐറ്റംസ്, അല്ലെങ്കിൽ പർജസ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം മാത്രം ഡിലീറ്റ് ആയിപ്പോവും. ഇപ്പോൾ എല്ലാം പർജ് ആയിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ ഷീറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ലെയറുകളും അതുപോലെ ഡയമെൻഷൻ സ്റ്റൈലും മാത്രമേ ഇപ്പോൾ ഇവിടെ ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഡയമെൻഷൻ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ അവിടെയും യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനാണ് പർജ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി ലെയർ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൾറെഡി ലെയറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതാണ് പർജ് എന്ന് പറയുന്ന ടൂളിൻ്റെ യൂസേജ്. അടുത്ത ടൂളായിട്ട് വരുന്നത് ബൈൻഡ് എന്ന് പറയുന്ന ടൂളാണ്. അത് മോഡിഫൈ മെനു ബാറിൻ്റെ അകത്ത് ഒബ്ജക്റ്റിൽ എക്സ്റ്റേണൽ റെഫറൻസിൻ്റെ അകത്ത് ബൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു പുതിയൊരു ഡ്രോയിങ് ചെയ്യണം, അതായത് ഒരു പുതിയൊരു പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് പ്ലാൻ നമുക്ക് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് വരുന്ന ബ്ലോക്കുകൾ,
അതേപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റൈല്, ലെയറുകൾ, അതുപോലെ ഡാമേജ് സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ ഓരോന്നിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഓൾറെഡി ഒരു ഷീറ്റിൻ്റെ അകത്ത് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത് വെച്ചത് നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ, അതായത് ഒരു പുതിയ ഷീറ്റിലേക്ക് പഴയ ഷീറ്റിൽ നിന്നുള്ള ഫയൽസ് കംപ്ലീറ്റ്, ലെയർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡാമേജ് സ്റ്റൈല്, ബ്ലോക്കുകൾ, ഇതൊക്കെ ഒരു ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് മോഡിഫൈ മെനു ബാറിൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്റ്റേണൽ റെഫറൻസിൽ ബൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ ബൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. XB എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. XB ബൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഓൾറെഡി നമ്മൾ ഈ ഡാമേജ് സ്റ്റൈലും അതുപോലെ തന്നെ ലെയറും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രോയിങ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ഓപ്ഷൻ്റെ അകത്ത് DWG റെഫറൻസിൻ്റെ അകത്ത് പോയി നമ്മളതിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു പ്ലാന് ഓപ്പൺ ചെയ്ത് വെച്ചു. ഈ പ്ലാനിൻ്റെ അകത്തൊന്നുമില്ല, ബ്ലോക്കുകളൊന്നുമില്ല ചെയ്തത്. ഞാനിവിടെ ഒന്നുകൂടി വേറെ ഏതെങ്കിലും ഒരു ഫയല്, നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച ആ ഫയല് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ടിൽ DWG റെഫറൻസ് എടുത്ത് നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് കിട്ടി. ഓപ്പണായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മോഡിഫൈയിൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്റ്റേണൽ റെഫറൻസിൽ ബൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിന് XB എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. XB അതാണ് ഷോർട്ട് കട്ട്. ഇവിടെ ഇപ്പോൾ കാണാം, രണ്ടെണ്ണം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പ്ലാൻ 2 എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇൻസേർട്ട് ചെയ്തതാണ് ഈ ഹോം എന്ന് പറയുന്ന പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലാൻ 2ൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ട്, ഡാമേജ് സ്റ്റൈൽ ഉണ്ട്, ലെയർ ഉണ്ട്, ലൈൻ ടൈപ്പ്, ടെക്സ്റ്റ് സ്റ്റൈൽ, ഇത്രയും ഫയൽസ് ഉണ്ട്. നമുക്കത് ആവശ്യമുള്ളത് നമുക്കിവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം വിൻഡോ, ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് വിൻഡോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡോറ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റൈറ്റ് ബ്ലോക്കാണ്, നമുക്കത് ഇൻസേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു ബ്ലോക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡാമേജ് സ്റ്റൈല്, നമുക്ക് ആവശ്യമുള്ള ഡാമേജ് സ്റ്റൈല് ഇവിടെ കാണുന്നുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലെയർ ഓരോന്നും ആഡ് ചെയ്യാം. പ്ലിന്ത് ഞാനിപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ലൈൻ ടൈപ്പ് ഇവിടെ ഓൾറെഡി ഹിഡൻ ലൈൻ കാണുന്നുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ടെക്സ്റ്റ് സ്റ്റൈലിൽ ഇതിൻ്റെ ആവശ്യമില്ല, അത് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുത്തു. ഇനി ഈ ഡ്രോയിങ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇവിടെ ഒരു പ്ലാൻ എന്തെങ്കിലും വരയുന്നു. ഇതിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അല്ല, ഇപ്പോൾ ലെയർ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണാം, ലെയർ ഓൾറെഡി അതിൽ നിന്നുള്ള ലെയർ ഇവിടെ കോപ്പി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രോയിങ്ങിനെ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ബ്ലോക്ക് I എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ബ്ലോക്കിൽ ഇവിടെ ഇതാ വിൻഡോ വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100ൻ്റെ വിൻഡോ ആണ്. ഇപ്പോൾ കറക്റ്റായിട്ട് 100ൻ്റെ സൈസിലുണ്ട്. അത് മാറ്റി 150 ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1.5 എക്സ് ആക്സിസിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തു. 150ൻ്റെ വിൻഡോ. അപ്പോൾ വിൻഡോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഡാമേജ് സ്റ്റൈല് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാമേജ് സ്റ്റൈലിൽ പോയാൽ ഇവിടെ കാണാം, ഇത് ഓൾറെഡി സെറ്റ് ചെയ്യാത്ത ഒരു ഡാമേജ് സ്റ്റൈലായിരുന്നു. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് കറണ്ട് ഒന്ന് കൊടുത്താൽ മതി. ഇപ്പം സെറ്റ് ചെയ്തിട്ടില്ല അത്, കാരണം ഇവിടെ മോഡിഫൈ പോയിട്ട് ഇതിന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. സെറ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സെറ്റ് കറണ്ട് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയമെൻഷൻസും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലോക്ക്, ലെയർ, ഡാമേജ് സ്റ്റൈൽസൊക്കെ ഒരു ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്ക്
കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ബൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതുപോലെ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റിൻ്റെ അകത്തുനിന്ന് അഡീഷണലായിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ലെയറും ബ്ലോക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് പർജ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ രണ്ട് ടൂളുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്.